കാനഡയിൽ പരിശീലന പറക്കലിനിടെ ചെറുവിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി വിദ്യാർത്ഥി അടക്കം 2 പേർ കൊല്ലപ്പെട്ടു. കൊച്ചി തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി സുകേഷാണ് മരിച്ചത്. കൊമേഴ്ഷ്യൽ ലൈസൻസിനുള്ള പരിശീലനത്തിനിടയിലായിരുന്നു ശ്രീഹരി. റൺവേയിലേക്ക് പറന്നിറങ്ങി വീണ്ടും പറന്നു വരാനുള്ള ശ്രമത്തിനിടയിലാണ് അപകടം ഉണ്ടായത്. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് കുടുംബത്തെ അറിയിച്ചിരിക്കുന്ന വിവരങ്ങൾ? ഇതിൽ ഈ അപകടത്തിന് കാരണം എന്താണ് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ വ്യക്തത വരുന്നുണ്ടോ? കുടുംബവുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? റിജിത്ത്, ആശയവിനിമയ തകരാറാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് നിലവിലിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാനഡ അധികൃതർ ഈ വിവരം അത്തരത്തിലാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ എംബസിയാണ് ഈ വിവരം മലയാളി മരിച്ച ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തന്നെ പുറത്തു വിട്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലെയാണ് ഈ അപകടം സംഭവിച്ചത്. പരിശീലന പറക്കലിനിടെയാണ് ചെറുവിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി കൊച്ചി തൃപ്പൂണിത്തുറ സ്വദേശിയായ ശ്രീഹരി സുകേഷ് 23 വയസ്സാണ്, മലയാളി അടക്കം 2 പേർ മരിച്ചത്. കാനഡയിലെ മാനിറ്റോബയിലെ സാൻഡ്ബാഗ് സൗത്ത് എയർപോർട്ടിന് സമീപം ചൊവ്വാഴ്ച രാവിലെ ഏതാണ്ട് 8:45 അപകടം. 2 സേനാ വിമാനങ്ങളായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ഈ വിമാനത്തിൽ പൈലറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരേ സമയം പറന്നിറങ്ങുകയും പിന്നീട് പറന്നുയരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 2 പേർ മരിച്ചു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഹാഫ്സ് എയർ പൈലറ്റ് പരിശീലന സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും. എന്തായാലും ആശയവിനിമയ തകരാറാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെയാണ് ഈ അപകടം സംഭവിച്ചത്. അതിൽ മലയാളി ആയിട്ടുള്ള ഈ എയർ പൈലറ്റ് വിദ്യാർത്ഥി അടക്കം 2 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. ശരി, വിവരങ്ങളുമായി ചേരുകയായിരുന്നു നിതിൻ അംബുജൻ. ടേക്ക് ഓഫ് ലാൻഡിംഗ് പരിശീലനത്തിനിടെയാണ് ഈ പൈലറ്റ് ട്രെയിനി മരിക്കാനിടയായത്.